ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ചുറ്റുമുള്ളതൊന്നും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എത്രയും വേഗം അവൾക്കരികിലേക്ക് എത്തണം എന്നു മാത്രമായിരുന്നതിനാൽ അവന്റെ കാലടികൾ വേഗത്തിലായിരുന്നു. ഉമേ, അവൻ അറിയാതെ അവനെ പിന്തുടർന്ന ഉമ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. നീ ഇതെവിടേക്ക് പോകുന്നു? ഞാൻ എങ്ങോട്ടുമില്ല അമ്മായി. നീ ഇങ്ങ് വന്നേ. ആ നിലവിളക്കുകളൊക്കെ ഒന്ന് എടുക്കാൻ വിജിതയുടെ കൂടെ ചെല്ലു കുട്ടിയെ. ശരി, ഇതാ വരാണ്. ഉമ ദേവൻ പോയ ദിക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. ദേവേട്ടനെ താൻ പിന്തുടർന്നത് അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് അവൾക്ക് സന്ദേഹമുണ്ടായിരുന്നു. പക്ഷെ ദേവൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുളത്തിലേക്ക് അതുവഴിയും പോവാം. ദേവേട്ടൻ ഇനി അവിടേക്ക് തന്നെ ആവോ പോയത്? അവൾ ചിന്തയോടെ തിരിഞ്ഞു നടന്നു. തന്റെ പ്രണയം ആവണിയോടാണെന്ന് അവൻ തന്നെ തിരിച്ചറിഞ്ഞ ശേഷം അവളെ ആദ്യമായി കാണുകയാണ്. ഇതുവരെ ഇല്ലാതിരുന്ന പോലെ അവന്റെ നെഞ്ചിടിപ്പിന്റെ താളം തെറ്റി. അടിവയറ്റിൽ മഞ്ഞ് വീണതുപോലെ എന്ന് പറയുന്നത് ഇതാണോ എന്നവൻ ചിന്തിച്ചു. കാലുകൊണ്ട് വെള്ളം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആവണിയെ ഏറ്റവും മുകളിലെ പടവിൽ നിന്നേ അവൻ കണ്ടു. അവൻ വിളിക്കാതെ തന്നെ അവന്റെ സാന്നിധ്യം അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അവൾ പതിയെ തിരിഞ്ഞു നോക്കി, പുഞ്ചിരിച്ചു. ഒരു കാമുകന്റെ കണ്ണിലൂടെ അവൻ ആവണിയെ ആർദ്രമായി കാണുകയായിരുന്നു. അവളുടെ പുഞ്ചിരിക്കുന്ന മുഖം ഇത്രയും മനോഹരമായിരുന്നുവോ? തന്റെ ഹൃദയം പൊട്ടിപ്പോവുമെന്ന് അവന് തോന്നി. അവനിൽ അങ്ങനെ ഒരു ഭാവം അവളും ആദ്യമായി കാണുകയായിരുന്നു. അവൾ പതിയെ പടവുകൾ കയറി വരുംതോറും അവൻ ഒന്ന് രണ്ട് പടവുകൾ സ്വപ്നത്തിൽ എന്നവണ്ണം താഴോട്ടിറങ്ങി. അവനരികിലെത്തി ഇരു കൈകളും തോളിലൂടെ ചുറ്റി വട്ടം പിടിച്ച് നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. ആദ്യ ചുംബനത്തിന്റെ മധുരം നുകർന്ന അവന്റെ ഹൃദയത്തിന്റെ തമ്പുരു മീട്ടാൻ തുടങ്ങി. അതിൽ നിന്നുയർന്ന പല്ലവികളിൽ സ്വയം മറന്ന അവന്റെ കൈകൾ പതിയെ അവളെ ചുറ്റി തന്നെ മാറോട് ചേർത്തു. മഹാദേവൻ സതിയെ സ്വന്തമാക്കാൻ തുടങ്ങുകയായിരുന്നുവോ? അതിനായി നാളുകളായി കാത്തിരുന്ന കുഞ്ഞു മീനുകൾ നാണത്തോടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു. തറവാട്ടിലേക്ക് ബന്ധുക്കളെല്ലാം എത്തിച്ചേർന്നു തുടങ്ങി. ചുറ്റും നടക്കുന്ന ബഹളങ്ങളൊന്നും ആവണി അറിയുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ഈ ലോകം മുഴുവൻ ചുരുങ്ങി അത് ദേവനിലേക്കായി. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണുകളും ഹൃദയവും ആവണിക്ക് ചുറ്റുമായിരുന്നു. അത് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും ഉമയുടെ കണ്ണിൽപ്പെട്ടു. അവൾ സംശയം ശക്തിപ്പെടാൻ തുടങ്ങി. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന പ്രകൃതി എന്നത്തേക്കാളും സുന്ദരിയാണെന്ന് ദേവന് തോന്നി. അവൻ പുറത്തേക്ക് നോക്കി നിന്നു. എവിടെയും അവൻ ആവണിയുടെ മുഖം മാത്രം കണ്ടു. ഒന്ന് രണ്ട് മുറികൾക്കപ്പുറം അവളുണ്ട്. അവളുടെ സാമീപ്യം ആദ്യമായി അവൻ കൊതിച്ചു. ആവണി. മഹാദേവനാൽ പൂത്തുലഞ്ഞ ഒരു പൂമരമായിരുന്നു അവൾ. അവന്റെ ഒരു നിശ്വാസം മതിയായിരുന്നു ആ പൂക്കൾ അവന്റെ കാൽക്കലേക്ക് അടർന്നു വീഴാൻ. പുറത്തേക്ക് വാ. ഒരു സെക്കൻഡിന്റെ വ്യത്യാസം പോലുമില്ലാതെ അവളിൽ നിന്നും മറുപടി ഉണ്ടായി. ദാ വരുന്നു. ഈ രാത്രിയിലോ? ആരെങ്കിലും കണ്ടാലോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് അവൻ കരുതിയെങ്കിലും യാതൊരു സങ്കോചവും ഭയവും കൂടാതെ പെട്ടെന്ന് തന്നെ അവൾ അങ്ങനെ പറഞ്ഞത് അവനെ തെല്ലൊന്ന് അതിശയിപ്പിച്ചു. തനിക്ക് അവളോടുള്ള സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും 10,000 ഇരട്ടിയാണ് അവൾക്ക് തന്നോടുള്ളതെന്ന് അവന് തോന്നി. അവൾ മുറിയിൽ നിന്നും ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി വരാന്തയിലേക്ക് എത്തിയപ്പോഴേക്കും അവൻ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. അത്ര ഉയരമില്ലാത്ത വരാന്തയുടെ ഓരത്തെത്തി അവൾ അവന് നേരെ കൈ നീട്ടി. അടുത്തേക്ക് വന്ന അവന്റെ കഴുത്തിലൂടെ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ അവളുടെ അരക്കെട്ടിലൂടെ കൈ ചുറ്റി മുകളിലേക്ക് ഉയർത്തി മുറ്റത്തേക്ക് ഇറക്കി. നീ എന്തിനാ ഈ പാതിരാത്രി ഇറങ്ങി വന്നേ? അവൻ അവൾ എന്ത് പറയുമെന്നറിയാൻ വെറുതെ ചോദിച്ചു. ദേവേട്ടൻ വിളിച്ചിട്ട്, അവൾ കൂളായി പറഞ്ഞു. എവിടേക്കാ പോകുന്നേ? എവിടേക്ക് വേണമെങ്കിലും പോവാം. അവർ രണ്ടാളും നിറഞ്ഞ നിലാവിൽ കൈകോർത്തു പിടിച്ച് നടന്നു. അവർ തൊടിയിലേക്ക് കയറി ഇടവഴി കടന്ന് പാടത്തേക്ക് ഇറങ്ങി കൊയ്ത്ത് വെക്കാൻ പാടത്തിന്റെ ഒരരികിലായി പണിത കെട്ടിടത്തിലേക്ക് കയറി. ആ കെട്ടിടത്തിന്റെ വരാന്ത പോലെ കിടക്കുന്ന വിശാലമായ മേൽക്കൂര ഇല്ലാത്ത ഭാഗത്ത് ഒരരികിലായി അവർ ഇരുന്നു. കെട്ടിടത്തോട് ചേർന്ന് പാടത്തിന്റെ അരികിലൂടെ ഒഴുകുന്ന ചെറിയ തോട്ടിൽ നിന്നും കളകളാരവം അവരുടെ കാതുകളിൽ കേട്ടുകൊണ്ടിരുന്നു. ആവണി പതിവ് പോലെ അവന്റെ തോളോട് ചേർന്നിരുന്നു. എന്ന് കാണുമ്പോഴും വാതോരാതെ സംസാരിക്കാറുള്ള അവൾക്ക് അപ്പോൾ ഒന്നും പറയാനില്ലാതായി.
പക്ഷെ മൗനം അവർക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. പൂർണ്ണചന്ദ്രൻ നിർലോഭം ഒഴുക്കിയ പൂനിലാവിൽ അവരുടെ നിഴലുകൾ ഒന്നായി തെളിഞ്ഞു. സമയം പോകുന്നത് അവർ അറിയുന്നു തന്നെ ഉണ്ടായിരുന്നില്ല. ആരുടെയോ സംസാരം കേട്ട് ദേവൻ പതിയെ തല ഉയർത്തി നോക്കി. പരന്നു കിടക്കുന്ന പാടത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന് നടന്നു വരുന്നവർ സെക്കൻഡ് ഷോ കണ്ട് വരുന്നവരാണെന്ന് അവന് മനസ്സിലായി. എഴുന്നേക്ക്, അവര് നമ്മളെ കാണണ്ട. ദേവൻ ആവണിയെയും കൊണ്ട് കെട്ടിടത്തിന്റെ നീളം തീരെ കുറഞ്ഞ മറവിലേക്ക് മാറി നിന്നു. അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ അവൻ അവളെയും കൊണ്ട് കൂടുതൽ നിഴലിലേക്ക് ഒതുങ്ങി. മുഖാമുഖം ചേർന്ന് നിന്നപ്പോൾ ആവണിയുടെ മുഖം അവന്റെ നെഞ്ചിൽ അമർന്നു. അവന്റെ ഗന്ധം അവളുടെ ആത്മാവിനെ തൊട്ടുണർത്തി. അവൾ മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. തന്നെ തന്നെ നോക്കുന്ന ദേവന്റെ മിഴികൾ അവളിൽ ചെറുതായി ലജ്ജയുടെ പൂമ്പൊടി വിതറി. അവളുടെ കൈകൾ പതിയെ ഉയർന്ന് അവന്റെ ഷർട്ടിന്റെ ഏറ്റവും മുകളിലത്തെ ബട്ടണെ സ്വതന്ത്രമാക്കി. ദേവൻ ശ്വാസം അടക്കി പിടിച്ചു. അവൾ എന്താണ് ചെയ്യുന്നത് എന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവന്റെ രോമാവൃതമായ വിരിഞ്ഞ മാറിൽ ഇടതുവശത്തായി ആ മിടിക്കുന്ന ഹൃദയത്തിൽ അവളുടെ നനവാർന്ന അധരങ്ങൾ വിറയലോടെ അമർന്നു. ദേവൻ കണ്ണുകൾ ഇറുക്കി പൂട്ടി. അവന്റെ ഇരു കരങ്ങളുടെയും ശക്തി തന്നെ കൂടുതൽ വരിഞ്ഞു മുറുക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ദേവാ, ഒരു നിശ്വാസം പോലെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവൻ മൂളാൻ ശ്രമിച്ചെങ്കിലും ശബ്ദത്തിനു പകരം അവനിൽ നിന്നും ഒരു നിശ്വാസം മാത്രം പുറത്തേക്ക് വന്നു. ഈ ഹൃദയം ഞാൻ പൂട്ടി സീൽ ചെയ്തുട്ടോ. അതിന്റെ കീ എന്റെ കയ്യിലാണ്, എത്ര ജന്മങ്ങൾ പെയ്തൊഴിഞ്ഞാലും. അതിനു മറുപടിയായി അവന്റെ കൈകൾ അവളെ കൂടുതൽ ശക്തിയോടെ ചുറ്റിവരിഞ്ഞ് നെഞ്ചോടമർത്തി. അവന്റെ അധരങ്ങൾ അവളുടെ മൂർധാവിൽ അമർന്നു. പെട്ടെന്ന് ദേവന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. അവളെ അടർത്തി മാറ്റാതെ അവൻ ഫോൺ എടുത്തു. അവനിലുണ്ടായ ഞെട്ടൽ നെഞ്ചോരം ചേർന്നു നിന്ന് അവൾ അറിഞ്ഞു. ആരാ ദേവേട്ട? സീതമ്മ. അപ്പോഴേക്കും റിങ് തീർന്ന കോൾ കട്ടായിരുന്നു. ആവണിയിൽ യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. ആവണിയെ റൂമിൽ കാണാഞ്ഞ സീത പരിഭ്രമത്തോടെയും ഭയത്തോടെയും അവനെ വിളിച്ചതായിരുന്നു. ഈ രാത്രിയിൽ റൂമിലില്ലെങ്കിൽ പിന്നെ അവൾ ദേവനോടൊപ്പം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ അവർക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടിയിരുന്നില്ല. എങ്കിലും സീത അത് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നെ കാണാഞ്ഞ് വിളിക്കുന്നതാവും, തിരിച്ചു വിളിക്ക് ദേവേട്ട, അല്ലെങ്കിൽ അമ്മ പേടിക്കും. അവളിൽ യാതൊരു പരിഭ്രമവും ഉണ്ടാവാത്തത് അവനെ അതിശയിപ്പിച്ചു. അപ്പോഴേക്കും ദേവന്റെ ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ദേവാ, ആവണി നിന്റെ അടുത്തുണ്ടോ? അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ പറയും മുന്നേ സീത ചോദിച്ചു. സീതമ്മ പേടിക്കണ്ട, അവൾ എന്റെ അടുത്തുണ്ട്. ദേവന്റെ മറുപടി കേട്ട് അവൾ സുരക്ഷിതയായെന്നറിഞ്ഞ് സീതയ്ക്ക് ആശ്വാസമായി. ഈ രാത്രി നിങ്ങൾ എവിടെയാ? എന്താ ദേവ ഇതൊക്കെ? സീത ദേഷ്യത്തോടെ ചോദിച്ചു. ചോദ്യങ്ങൾ ദേവൻ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ എവിടെയാണെങ്കിലും എത്രയും വേഗം വീട്ടിലോട്ട് വാ, വേഗം. ശരി. കോൾ കട്ടായി. ആവണി ഒന്നും ചോദിക്കുന്നില്ലെന്ന് കണ്ട് ദേവൻ പറഞ്ഞു. പോവാം, വേഗം ചെല്ലാൻ പറഞ്ഞു. വേണ്ട, അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവന് അവളോട് വാത്സല്യം തോന്നി. അമ്മ ഇങ്ങോട്ട് വരും. പിന്നെ ഒറ്റയ്ക്ക് രാത്രി മുറ്റത്ത് പോലും ഇറങ്ങാത്ത ആളാ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ദേവേട്ടൻ പറയും പോലെ. അവൾ ഒരിക്കൽ കൂടി അവന്റെ തോളിലൂടെ കൈയിട്ട് അവന്റെ കഴുത്തിൽ മുഖമമർത്തി. പിന്നെ അവന്റെ കയ്യിൽ തൂങ്ങി അവനൊപ്പം നടന്നു. മുന്നോട്ട് നടക്കും തോറും അവന്റെ മനസ്സിൽ പരിഭ്രമം കൂടുകൂട്ടുന്നുണ്ടായിരുന്നെങ്കിലും ആവണി വളരെ കൂളായി നടക്കുന്നത് അവനെ അതിശയിപ്പിച്ചു. അവളുടെ മനസ്സിൽ അപ്പോൾ അവനല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. ദേവന്റെ കയ്യിൽ തൂങ്ങിയ ഒരു സ്വപ്നാടകയെ പോലെ വരുന്ന ആവണിയെ ദൂരെ നിന്നും വരാന്തയിൽ കാത്തുനിന്ന സീത കണ്ടു. അവർ അടുത്തെത്തി. ആവണി! സീത ദേഷ്യത്തോടെ വിളിച്ചു. നീ എവിടെ പോയതാ ഈ പാതിരാത്രി? സീത മുഴുമിപ്പിക്കാതെ കടിച്ചമർത്തി. അവളുടെ കൂസലില്ലായ്മ സീതയെ വീണ്ടും ദേഷ്യം പിടിപ്പിച്ചു. അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് തുള്ളുന്നേ? ഞാൻ ദേവേട്ടന്റെ കൂടെയല്ലേ പോയത്. ഇവൾക്ക് എന്താ സുബോധം നഷ്ടപ്പെട്ടോ? അവളുടെ മറുപടി കേട്ട് സീത ചിന്തിച്ചു. ഒരു നിമിഷം സീതയ്ക്ക് അതിന് മറുപടി പറയാനുള്ള വാക്കുകൾ കിട്ടിയില്ല. ദേവേട്ടൻ പോയിക്കോ, ആവണി ദേവനോടായി പറഞ്ഞു. പോവാൻ വരട്ടെ. സീത പറഞ്ഞത് കേട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയ ആവണി തിരിഞ്ഞു നിന്നു. നീ അകത്തേക്ക് കയറൂ ദേവാ, ആരെങ്കിലും കാണണ്ട. സീത പറഞ്ഞത് കേട്ട് അവൻ അകത്തേക്ക് കയറി. ഇവൾക്കോ ബോധമില്ല. നീയും എന്താ ഇങ്ങനെ ദേവാ? പണ്ട് ഇവളുടെ താളത്തിന് തുള്ളിയതുപോലെ അല്ല ഇപ്പൊ. സാഹചര്യങ്ങൾ മാറി, അത് നീ മനസ്സിലാക്കണം. സാഹചര്യങ്ങൾ മാറി അല്ലേ സീതമ്മേ? താൻ പറഞ്ഞതിന് ദേവൻ മറ്റൊരർത്ഥം നൽകിയത് അവരെ അതിശയിപ്പിച്ചു. അല്ല, അങ്ങനെയും ഒരർത്ഥമുണ്ടെന്ന് താൻ ഓർത്തില്ല. ദേവൻ പറഞ്ഞത് ശരിയാണ്. സാഹചര്യങ്ങൾ മാറി എന്ന് പറയുന്നിടത്ത് താനും പരോക്ഷമായി അംഗീകരിക്കുകയാണ് ആവണിയുടെ പ്രണയം ദേവനാണെന്ന്. അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർ ഒരുമിച്ച് പോകുന്നത് തടയേണ്ട കാര്യമെന്താണ്? എത്ര കണ്ണടച്ചിരുട്ടാക്കിയാലും കണ്ണു തുറന്നാൽ വീണ്ടും ആ സത്യം മിഴിവാർന്നു വരും.
എല്ലാവരും അത് അംഗീകരിക്കുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടാളും അത് അംഗീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഭാവിക്കാൻ പാടില്ല. സീത ഞെട്ടി. അവനിൽ നിന്നും അങ്ങനെ ഒരു മറുപടി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ദേവാ! സീതയുടെ തളർന്നതുപോലെയുള്ള ആ ശബ്ദം അവനെ നിശബ്ദനാക്കി. അനുവാദമില്ലാതെ ചിന്താശേഷി കൈവരും മുന്നേ ഉമ എന്ന ചങ്ങലയാൽ എല്ലാവരും കൂടി തന്നെ ബന്ധിച്ചിട്ട് വർഷങ്ങളായി. ഇന്ന് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പ്രായമായിട്ടും അത് തന്നെയോ തന്റെ മനസ്സ് എന്ന് ആരും അന്വേഷിക്കുന്നില്ല. വേണ്ട ദേവാ, വേണ്ട. ആവണിക്ക് അവന്റെ മനസ്സിൽ എന്നും ഉമയേക്കാൾ കൂടുതൽ സ്ഥാനമുണ്ടെന്നറിയുന്ന സീത ഭയത്തോടെ പറഞ്ഞു. ഇല്ല സീതമേ, പേടിക്കണ്ട. അവന്റെ മുഖത്ത് മിന്നിമാഞ്ഞ നിസ്സഹായത കലർന്ന ഒരു പുഞ്ചിരി ആവണിയിൽ ദേവനോടുള്ള സ്നേഹത്താൽ ഒരു അട്ടഹാസമായി ഉയരാൻ തുടങ്ങുകയായിരുന്നു. അവനെ ആരെങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കുന്നത് അവളിലെ സതിയെ സംഹാര രുദ്രയാക്കി മാറ്റി. മതി! രാത്രിയുടെ നിശബ്ദതയിൽ അവളുടെ ശബ്ദം ഇരട്ടിയായി അവിടെയാകെ നിറഞ്ഞു. ദേവനും സീതയും ഒരുപോലെ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കത്തുന്ന കണ്ണുകളിൽ തുളുമ്പുന്ന മിഴിനീരുമായി പല്ലുകൾ കടിച്ചമർത്തി അവൾ സീതയെ തുറിച്ചു നോക്കി. ഒരേ നിമിഷം സീതയും ദേവനും അപകടം മണത്തു. പ്രതീക്ഷിക്കാത്ത അവളുടെ മാറ്റത്തിൽ സീത സ്തബ്ധയായെങ്കിലും ഓടി അവൾക്കരികിലേക്ക് എത്തിയ ദേവൻ അവന്റെ ഇരു കൈകളും അവളുടെ മുഖത്തോട് ചേർത്ത് മിഴികളാൽ അവളെ തടഞ്ഞു. പതിയെ അവൾ നോർമലായി. എന്താ ആവണി ഇത്? ദേവൻ സൗമ്യമായി ചോദിച്ചു. ഒന്നുമില്ല. അമ്മ എന്തിനാ ദേവേട്ടനോട് ദേഷ്യപ്പെടുന്നേ? അവൾ മൂർച്ചയുള്ള ശബ്ദത്തിൽ സീതയോട് ചോദിച്ചു. അവൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ അവൾ വീണ്ടും തളർന്നു പോകുമെന്ന് മനസ്സിലാക്കിയ സീത സൗമ്യമായി തന്നെ പറഞ്ഞു. അത് ഈ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടന്ന വല്ല ഇഴജന്തുക്കളെ ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചിട്ടാ. അതാണോ? അതിനമ്മ ദേവേട്ടനോട് ദേഷ്യപ്പെടണ്ട, എന്നോട് പറഞ്ഞാ മതി. സീത തലയാട്ടി. എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന സീതയെ നോക്കി ദേവൻ പറഞ്ഞു. ഞാൻ പോട്ടെ. ആവണി, നീ ചെന്ന് കിടന്നുറങ്ങ്. ദേവേട്ടൻ പോയിട്ട് ഞാൻ കിടന്നോളാം. ദേവൻ പോയ ശേഷം ആവണി സീതയെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയിട്ട് അകത്തേക്ക് പോയി. അതുവരെ ഇല്ലാതിരുന്ന വലിയൊരു ഭീതി സീതയിൽ വന്ന് നിറയുകയായിരുന്നു. താൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ. അന്ന് ഇവിടെ നിന്നും പോയ ശേഷം വിഷാദത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരുന്ന ആവണി ഉയർത്തെഴുന്നേൽക്കാൻ കാരണം മരുന്നല്ല, ദേവനാണെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. വൈകുന്നേരമായെങ്കിലും വെയിൽ മാഞ്ഞു തുടങ്ങിയിട്ടില്ല. അസ്തമിക്കാൻ വെമ്പുന്ന സൂര്യന്റെ കിരണങ്ങൾ മുഴുവൻ ശോഭയും വാരി വിതറുന്നു. ദേവൻ പുറത്തേക്ക് വന്നു. തൊട്ടുപിറകെ ഉമയും. കാറിനാണോ നിങ്ങൾ പോകുന്നത്? സുമിത്ര ചോദിച്ചു. അതെ അമ്മേ. സൂക്ഷിച്ചു പോണം കേട്ടോ. ശരി. ദേവന്റെ മുഖത്തെ താല്പര്യമില്ലായ്മ ഉമ ശ്രദ്ധിച്ചിരുന്നു. ദേവേട്ട! ദേവൻ മുറ്റത്തേക്ക് കാൽ വെച്ചതും പിറകിൽ നിന്നും ഒരു വിളി വന്നു. തിരിഞ്ഞു നോക്കിയവർ കണ്ടത് ഓടി വരുന്ന ആവണിയെയാണ്. തറവാട്ടിൽ വന്ന ശേഷം ദേവനോ ആവണിയോ പരസ്പരം സംസാരിക്കുന്നത് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയായി. സീതയിൽ ഭയവും. ആവണിയുടെ വിളി കേട്ട് ദേവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ഞാനും വരുന്നു. ആവണി പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും മുഖം മങ്ങി. ദേവൻ എന്തു പറയും എന്ന് അറിയാതെയായി. എന്തിന്? ദേവന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ സീത ചോദിച്ചു. ദേവേട്ടൻ ദേവിമുടിയിലെ ദേവീക്ഷേത്രത്തിലേക്കല്ലേ? ഞാനും കൂടി വന്നോട്ടെ. വേണ്ട കുട്ടി, സുമിത്രയാണ് പറഞ്ഞത്. ആവണി തിരിഞ്ഞ് അവരെ നോക്കി. മറ്റൊരു ദിവസം പോവാം. ഞാൻ ഇന്ന് പൊയ്ക്കോട്ടെ അമ്മായി, പ്ലീസ്. ഇന്ന് തന്നെ പോണമെന്ന് എന്തിനാ നിർബന്ധം പിടിക്കണേ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ചിലപ്പോ ഇനി പോവാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാ. ആവണിയുടെ മറുപടി കേട്ട ദേവനിൽ ദേഷ്യവും ഭയവും ഒരുമിച്ചുണ്ടായി. എന്താ ആവണി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഉത്സവത്തോടനുബന്ധിച്ച് കല്യാണത്തിന് മുൻപേ രണ്ടാളും അവിടെ പോയി തൊഴുതു വരണം. നമ്മുടെ തറവാട്ടിലുള്ള ആ ചടങ്ങ് കുട്ടിക്ക് അറിയില്ലേ? കൂടെ ആരും പോകാറില്ല. മോൾക്ക് മറ്റൊരു ദിവസം പോവാം. ആവണിയെ തന്റെ കൂടെ പോരാൻ സമ്മതിക്കില്ല എന്നറിയാവുന്ന ദേവന്റെ കണ്ണുകൾ ആവണിയുടെ മുഖത്തായിരുന്നു. അവളുടെ മുഖം മങ്ങിയെങ്കിലും പെട്ടെന്ന് തന്നെ ആവണി അത് മറച്ചു. ഓ, ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ പോയിട്ട് വരൂ, ഞാൻ പിന്നീട് പൊയ്ക്കോളാം. ഒന്ന് പുഞ്ചിരിച്ചെന്ന് വരുത്തി അവൾ തിരിഞ്ഞു നടന്നു. ദേവന് ദേഷ്യവും അരിശവും ഇരച്ചു കയറി. പക്ഷെ തറവാട്ടിൽ എല്ലാവരും ഉള്ളതിനാൽ ഒരു സീൻ ഉണ്ടാവണ്ട എന്ന് കരുതി അവൻ കാറിലേക്ക് കയറി. ആവണിയുടെ അവസ്ഥ അവനിൽ വല്ലാത്തൊരു വിങ്ങലുണ്ടാക്കി. തനിക്ക് എല്ലാം ആയിരുന്നിട്ടും ആരുമല്ലാത്തവളായി മാറി നിൽക്കേണ്ടി വന്ന അവളുടെ മുഖം അവനിൽ വിങ്ങലായി നേറിക്കൊണ്ടിരുന്നു. ഒപ്പം ഭയവും. എത്രയും വേഗം തിരിച്ചെത്തിയാൽ മതിയെന്നായി അവന്. തിരിച്ചു നടന്ന ആവണിക്ക് പിന്നാലെ സീത ഓടുകയായിരുന്നു. അവൾക്ക് എന്തും സംഭവിക്കാമെന്ന ചിന്ത അവരെ ഭയപ്പെടുത്തി. ആവണി നേരെ മുറിയിലെത്തി ബെഡിൽ വന്നിരുന്നു. നെഞ്ചിലൊരു വല്ലാത്ത ഭാരം. ലക്ഷ്യമില്ലാതെ പരതുന്ന മിഴികളോടെ ബെഡിലിരുന്ന് കിതയ്ക്കുന്ന ആവണിയെ കണ്ട സീത വിറയലോടെ അവളുടെ അടുത്തേക്ക് ചെന്നു.
മോളെ. അവൾ സീതയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും വികൃതമായ ഒരു കോപ്രായമായി അത് പരിണമിച്ചു. അമ്മ പേടിക്കണ്ട, ഐ ക്യാൻ മാനേജ് മൈസെൽഫ്. അമ്മ ചെല്ല്, ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അമ്മയോട് പറയണം. അവളെ ഒറ്റയ്ക്ക് വിടുന്നതാണ് അപ്പോൾ നല്ലതെന്ന് തോന്നി സീത പുറത്തേക്ക് പോയി. ആവണിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് തോന്നിയ നിമിഷം അവൾ ഫോൺ എടുത്ത് ആയുഷിനെ വിളിച്ചു. എന്താ ആവണി? തറവാട്ടിലേക്ക് പോയ ശേഷം അവൾ അവനെ വിളിച്ചിട്ടേയില്ല. വാട്സപ്പ് മെസ്സേജുകളിൽ അവരുടെ സംസാരം ഒതുങ്ങി. ദേവന്റെ സാന്നിധ്യമാണ് അതിന് കാരണമെന്ന് അവൻ അറിയാമായിരുന്നു. ഏട്ടാ, അവളുടെ ശബ്ദത്തിൽ അവൻ അപകടം മണത്തു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ദേവൻ അടുത്തുണ്ടെങ്കിൽ അവൾ തന്നെ വിളിക്കില്ല. അവൻ അവിടെ നിന്ന് എവിടെ പോവാൻ? എന്തായിരിക്കും സംഭവിച്ചത്? ഞാൻ കരുതി നമ്മളെയൊക്കെ മറന്നുവെന്ന്. മനസ്സിലെ ആശങ്ക മറച്ചു പിടിച്ച് മാക്സിമം ലാഘവത്തോടെ അവൻ ചോദിച്ചു. അതിന് അവന് മറുപടിയൊന്നും കിട്ടിയില്ല. അതവന്റെ ആശങ്കയെ ഭയത്തിലേക്ക് വഴിമാറ്റി. എന്താ ആവണി? ഒന്നുമില്ല, ഞാൻ വെറുതെ. അല്ല, എന്തോ ഉണ്ട്, പറയേ. എനിക്ക് എനിക്ക് എന്തോ മനസ്സിന് വല്ലാത്ത ഭാരം പോലെ. അപ്പൊ ഞാൻ വെറുതെ വിളിച്ചതാ. അതിനെന്താ ഇപ്പൊ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടല്ല. ദേവൻ എവിടെ? ദേവേട്ടൻ എവിടെ? ഇല്ല. എവിടെ പോയി? ക്ഷേത്രത്തിൽ. നീ പോയില്ലേ? ഇല്ല, ഞാനെന്തിനാ പോകുന്നേ? അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. ആവണി, ആവണി. അവന്റെ ഭയത്തോടെയുള്ള വിളി കേട്ട് അവൾ സങ്കടം നിയന്ത്രിച്ചു. ചോദ്യങ്ങൾ ആവർത്തിച്ച് എന്താണ് സംഭവിച്ചതെന്ന് അവൻ അവളിൽ നിന്നും മനസ്സിലാക്കി. ദേവനൊന്ന് വേഗം തിരിച്ചെത്തണേ എന്ന് അവൻ മൗനമായി പ്രാർത്ഥിച്ചു. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ കൊടുക്കാൻ പറഞ്ഞ മരുന്നുമായി സീത മുറിയിലേക്ക് വന്നു. ഫോൺ കട്ട് ചെയ്ത് അത് വാങ്ങിക്കഴിച്ച ആവണി പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ദേവന്റെ മുഴുവൻ അരിശവും ആക്സിലേറ്ററിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നു. ആവണിയുടെ സങ്കടം വിങ്ങിയ മുഖമായിരുന്നു അപ്പോൾ ആ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ദേവൻ ഡിസ്പ്ലേയിലേക്ക് നോക്കി. ആവണിയെ പ്രതീക്ഷിച്ച സ്ക്രീനിൽ ആയുഷിന്റെ മുഖം തെളിഞ്ഞതും ദേവന്റെ കാൽ ബ്രേക്കിൽ അമർന്നു. അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ദേവൻ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങിയത് അവളിൽ വീണ്ടും സംശയം ജനിപ്പിച്ചു. ദേവനെ എത്രയും വേഗം തിരികെ എത്തിക്കാൻ വേണ്ടിയായിരുന്നു ആയുഷ് അവനെ വിളിച്ചത്. തിരിച്ചു പോയാലോ എന്ന് ചിന്തിച്ചെങ്കിലും ആയുഷ് അവനെ പിന്തിരിപ്പിച്ചു. ആവണിക്ക് അതുവരെ കുഴപ്പമൊന്നും ഇല്ല എന്നത് ദേവന് അല്പം ആശ്വാസം നൽകി. എത്രയും വേഗം തിരിച്ചെത്താൻ ദേവന്റെ കാർ ദേവീമുടിയെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു.